വീണ്ടും നമസ്കാരം. ആകാശവാണിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ തുടക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്രയോ വർഷങ്ങളോളം നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിച്ച കുറെ പ്രോഗ്രാംസിലൂടെയാണ് അദ്ദേഹം നമുക്ക് സുപരിചിതനായത്. അതിനുശേഷം ചാനൽ മേധാവി, അങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊട്ടാരക്കരയ്ക്ക് അദ്ദേഹം വളരെ സുപരിചിതനാണ്. He is a one man army. His name is Srikandan Nair sir. A huge round of applause. ഇതും ഒരു അവിസ്മരണീയ മുഹൂർത്തമെന്ന് തീർച്ചയായും കരുതുകയാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ശ്രീകണ്ഠൻ സാറിന് കൂടെ തന്നെ എന്താ പറയുക, കുറേ പരിപാടികൾ ചെയ്യാനുള്ള അവസരം കിട്ടിയാണ്. ഈ ഒരു അവസരത്തിലാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ ഒരുമിക്കാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എന്റർടൈനിങ്. എന്റർടൈൻമെന്റ് മാത്രം പറയാൻ പറ്റില്ല സാറിന്. ഹായ് കൊട്ടാരക്കര. ജയറാമിനും രമേഷ് പിഷാരടിക്കും മല്ലിക ചേച്ചിക്കും ഒക്കെ കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം. നമ്മുടെ ശങ്കരൻകുട്ടി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്കാണെങ്കിൽ പോലും ഞാൻ രാജേഷിന്റെ അനുവാദത്തോടെ ഞാൻ മഹേഷ് കുഞ്ഞുമോനെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. മഹേഷ് കുഞ്ഞുമോൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. വടകരയിൽ ഞങ്ങളൊരു പരിപാടി അവതരിപ്പിക്കാൻ പോയി. മടങ്ങി വരുന്ന വഴിക്കാണ് ഈ കയ്പമംഗലം എന്ന് പറയുന്ന തൃശ്ശൂരുള്ള സ്ഥലത്ത് വെച്ച് ആ കാറപകടം ഉണ്ടായതും മഹേഷ് കുഞ്ഞുമോന് ഭീകരമായി പരിക്കേറ്റതും. ജയറാം സൂചിപ്പിച്ചതുപോലെ അന്ന് മഹേഷ് കുഞ്ഞുമോന്റെ ഒരു ചിത്രം കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അത്ര പേടിപ്പെടുന്ന ചിത്രമായിരുന്നു. അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. മഹേഷ് കുഞ്ഞുമോൻ മാത്രമല്ല, അന്ന് കൊല്ലം സുധി എന്ന കലാകാരൻ നമ്മോട് വിട പറഞ്ഞതും ഇതേ കാറപകടത്തിൽ വെച്ചാണ്. എന്തായാലും മഹേഷ് കുഞ്ഞുമോനെ നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മഹേഷിനോട് വീട്ടിൽ പോയിട്ട് മഹേഷിനോട് പറഞ്ഞു, ഒരു ദിവസം മഹേഷ് പണ്ട് സ്റ്റേജ് എങ്ങനെ പൊളിച്ചോ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ തകർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മഹേഷ് കുഞ്ഞുമോനെ നോക്കിയിരുന്ന ഡോക്ടറോടൊന്ന് സംസാരിച്ചു ഒരിക്കൽ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മഹേഷ് കുഞ്ഞുമോൻ പൊളിക്കും, നിങ്ങൾ കാത്തിരുന്നുള്ളൂ. ഇന്ന് മഹേഷ് കുഞ്ഞുമോൻ വർദ്ധിത വീര്യം, എൻ്റെ ഒരു വാക്കാണത്, ആ വേദിയിൽ വന്നിരിക്കുകയാണ്. ഫ്ലവേഴ്സിന് വലിയ അഭിമാനമുണ്ട് മഹേഷ് കുഞ്ഞുമോൻ്റെ കാര്യത്തിൽ. ജയറാമിനെ പോലെ മിമിക്രി രംഗത്ത് അതികായനായ ഒരാളോടൊപ്പം ഒരു വേദി പങ്കിട്ട് അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ചെറിയ കാര്യമല്ല. എനിക്ക് ജയറാമിനോടുള്ള ഏറ്റവും വലിയ ആദരവ് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്ലവേഴ്സ് സംപ്രേഷണം ആരംഭിക്കുന്ന ആ തത്സമയ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ചെണ്ടക്കോലിലായിരുന്നു ഫ്ലവേഴ്സ് ജീവൻ വെച്ച് എഴുന്നേറ്റ് വന്നത്. 1-2 അടി, ആ അടി കൊണ്ട് മലയാളികളുടെ നെഞ്ചിൽ ആ അടി വീണു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ജയറാം എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഏഷ്യാനെറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ വാർത്ത വായിക്കാൻ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ജയറാമിനെ വിളിച്ചുകൊണ്ട് പോയി. വാർത്തയൊക്കെ ജയറാം വായിച്ചു കഴിഞ്ഞ് മമ്മൂക്കയുടെ ഒരു ഫോൺ വന്ന്, മേലാല് നീ ഈ പരിപാടി കൊണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു മമ്മൂക്ക. എന്താ മമ്മൂക്ക എന്ന് ഞെട്ടിയ ജയറാം ചോദിച്ചു പറഞ്ഞു, നീ ഈ പരിപാടി തുടർന്നാൽ അവിടെയുള്ള വാർത്താ വായനക്കാരുടെ പണി പോവും. അത്ര ബെസ്റ്റായിരുന്നു ആസ് എ ന്യൂസ് റീഡർ ജയറാം. സാധാരണ ജയറാം അന്ന് വാർത്ത വായിക്കാൻ വന്ന ദിവസം നിർഭാഗ്യവശാൽ അതൊരു ലൈവ് പ്രക്ഷേപണമായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് വന്നുണ്ടായി. പക്ഷെ എത്ര സുന്ദരമായി, ഒരുപക്ഷെ ഇത്രയും കാലം സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിച്ച ആ പ്രാഗൽഭ്യവും പരിചയവും ജയാർ അനായാസമായി പുറത്തെടുത്തുകൊണ്ടായിരുന്നു ആ വാർത്താവതരണം. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി. ഒരുപക്ഷെ ജയറാം 24-ൽ വന്ന് അവതരിപ്പിച്ചാൽ എൻ്റെ പണി പോവും. അതുകൊണ്ടാണ് ജയറാമിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത്. അപ്പോൾ രമേഷ് പിഷാരടിയെ പോലെ ഒരാള്, ജയറാമിനെ പോലെ ഒരു അതികായൻ ഇവർക്ക് മുമ്പിൽ താങ്കൾ വീണ്ടും അവതരിപ്പിച്ചു. മഹേഷ് കുഞ്ഞുമോൻ, താങ്ക്സ് എ ലോട്ട്. ഈ മനുഷ്യനൊരു അത്ഭുതമാണ്. 10-60 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും മാത്രമല്ല വിനീത് ശ്രീനിവാസനെ ഇത്രയും നന്നായിട്ട് അവതരിപ്പിക്കാൻ വിനീതിന് പോലും പറ്റില്ല എന്നുള്ള സത്യം. അത്രയും നന്നായിട്ടാണ് വിനീത്. വെൽ ഡൺ, ഈസ് മൈ ബോയ്. ഓക്കെ, വെൽ ഡൺ. അപ്പോൾ ജയറാം, നിങ്ങൾ സൂപ്പറാണപ്പാ. ഞാൻ ഇന്ന് കാറിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടത്, തമിഴ് സിനിമാ ലോകമൊക്കെ സത്യത്തിൽ ജയറാമിൻ്റെ മുമ്പിൽ അന്താളിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ. യു ആർ അവർ പ്രൗഡ്. നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്, അല്ലേ? നമുക്ക് ഈ ഒരു വേദി കുറച്ചുകൂടെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിലേക്കായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയ നവരസ നായകൻ ദ സൂപ്പർ സ്റ്റാർ ജയറാം സാർ ഒരിക്കൽ കൂടി വേദിയിലേക്ക്. അതോടൊപ്പം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രമേഷ് പിഷാരടി, സ്വയംവരയുടെ അമരക്കാരൻ ശ്രീ ശങ്കരൻകുട്ടി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി അഭിത ശങ്കരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I'd also like to call upon നമ്മുടെ ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ. I'd also like to call upon രാജലക്ഷ്മി, റെഡ് എഫ് എമ്മിന്റെ GM ജനറൽ മാനേജർ പ്രദീപ് നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
രാജേഷ്, നമുക്ക് ചങ്ങരൻകുട്ടി സാറിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയണം. തീർച്ചയായിട്ടും. കാര്യം നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൊട്ടാരക്കരയിലേക്ക് ഒരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങി ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും സ്വയംവര സിൽക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമാണ്. ഈ മനുഷ്യൻ വളരെ സ്റ്റേജിന്റെ മുന്നിലൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ, വളരെ പിന്നിൽ മാത്രമേ നിൽക്കാറുള്ളൂ. എന്നാൽ ഇന്ന് കേരളം അറിയുന്ന ഒരു വലിയ ജൗളി വ്യാപാര ശൃംഖലയുടെ അധിപനാണ് അദ്ദേഹം. ഈസ് എ ഗ്രേറ്റ് മാൻ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിലൊക്കെ വളരെ സംസാരിച്ച ശീലമുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ക്ഷമിക്കണം. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം മാത്രം പറയാനുള്ളത്, ഫ്ലവേഴ്സ് TV തുടങ്ങിയതും കൊട്ടാരക്കര സ്വയംവര സിൽക്സ് തുടങ്ങിയതും ഒരേ ദിവസമാണ്. ഒരു ഏപ്രിൽ 12-നാണ് സ്വയംവര സിൽക്സ് കൊട്ടാരക്കരയിൽ ആരംഭിച്ചത്. അതേ ഏപ്രിൽ 12-നാണ് ഈ ടെലിവിഷൻ ആകാശത്ത് ഫ്ലവേഴ്സ് പറന്നിറങ്ങിയതും. അതും ആരുടെ ചെണ്ടക്കോലിൽ? ജയറാമിന്റെ ചെണ്ടക്കോലിൽ. ചെറിയ കാര്യമല്ല. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടായ ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷിയാകാൻ പോവുകയാണ്. 4 പതിറ്റാണ്ടുകളോളം മലയാള സിനിമയുടെ സ്ഥിര സാന്നിധ്യം. നായികയായിട്ടാണ് ആ അമ്മ നമ്മുടെ മനസ്സിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് എത്തിയത്. നായികയിൽ നിന്ന് ക്യാരക്ടർ റോൾസിലേക്ക്, പിന്നെ സീരിയലുകളിലും സിനിമകളിലും ഒക്കെ സജീവ സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടേ ഉണ്ട്. മലയാള സിനിമയിലെ 2 സൂര്യ തേജസ്സുള്ള നായകന്മാരുടെ അമ്മയാണ്. മലയാളി എന്നും ഇഷ്ടപ്പെടുന്ന, എന്നും ആരാധിക്കുന്ന ശ്രീ സുകുമാരൻ സാറിന്റെ പ്രിയ ധർമ്മ പത്നിയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി മല്ലിക സുകുമാരനെയാണ്. നമ്മുടെ മല്ലിക ചേച്ചിയാണ്. മല്ലിക സുകുമാരൻ എന്നൊക്കെ ഔപചാരികമായി നമുക്ക് വിളിക്കാൻ പറ്റുമെങ്കിലും ചേച്ചി ഒരു അമ്മയുടെ സാന്നിധ്യമാണ്, ഒരു സഹോദരിയുടെ സാന്നിധ്യമാണ് എപ്പോഴും. നിങ്ങൾക്കറിയുന്ന പോലെ മലയാള സിനിമയിലെ ഒരു താരം എന്നതിനപ്പുറം ചേച്ചിയെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ പ്രതിസന്ധികളിൽ ഒരു സ്ത്രീ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ മോഡലാണ് ചേച്ചി. 5 പതിറ്റാണ്ടുകളായി അഭിനയ രംഗത്ത്. നിങ്ങൾ അറിയുന്ന പൃഥ്വിരാജ് എന്ന നടൻ, ഇന്ദ്രജിത്ത് എന്ന 2 നടൻ, 2 ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സുകുമാരൻ ചേട്ടൻ കടന്നു പോയതാണ്. 2 കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യും എന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു നിമിഷം ചേച്ചി മറ്റൊന്നും ആലോചിച്ചില്ല. ആരുടെയും സഹായം അർത്ഥിച്ചൊരു സ്ഥലത്തും പോകില്ല. ചേച്ചി അഭിനയിക്കുകയായിരുന്നു. ചേച്ചി അഭിനയിച്ചു എന്ന് മാത്രമല്ല, മലയാളികളുടെ ജീവിതത്തിലേക്കും മലയാളികളുടെ സ്വീകരണ മുറികളിലേക്കും സിനിമാ തിയേറ്ററുകളിലേക്കും ഒക്കെ ചേച്ചി പടർന്നു കയറിയപ്പോൾ വലിയൊരു ജീവിതം, അതുപോലെ സുകുമാരൻ ചേട്ടൻ അവശേഷിപ്പിച്ചു പോയ ഒരു ജീവിതത്തിൽ തൻ്റെ കുട്ടികൾ എവിടെ എത്തണം എന്ന് ചേച്ചി മനസ്സിൽ കരുതിയായിരുന്നു അവർക്കൊരു പന്ഥ ഒരുക്കിയത്. ഇന്ന് പൃഥ്വിരാജ് എവിടെയോ നിൽക്കുന്നു, നിങ്ങൾക്കറിയാം. ആടുജീവിതം എന്നൊരൊറ്റ സിനിമ കൊണ്ട് പൃഥ്വിരാജിന്റെ കരിയർ ഗ്രാഫിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. ഇന്ദ്രജിത്തും ഏറ്റവും നല്ല നടനാണെന്ന് MD പോലെയുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 മക്കളെയും വളർത്തി ഇത്രയും വലിയ ഉയരത്തിലാക്കുകയും മലയാളികളുടെ പ്രായത്തിനൊക്കെ അപ്പുറം കടന്ന് എപ്പോഴും അഭിനയിക്കാൻ താല്പര്യം, ഇപ്പോഴും ഫ്ലവേഴ്സിൽ ചേച്ചി അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ചേച്ചി, നമുക്ക് ചേച്ചി അടുത്തുണ്ടെങ്കിൽ ഒരു സിനിമാ താരത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടത്തില്ല. പൃഥ്വിരാജിന്റെ അമ്മയായിട്ടല്ല ചേച്ചി നമുക്കിടയിൽ ജീവിക്കുന്നത്. ചേച്ചിക്കൊരു വലിയ കൈയടി കൊട്ടാരക്കരയിൽ. ജയറാമിൽ നിന്ന് 2 വാക്ക് മല്ലികമായിട്ട് കണക്ട്. എനിക്കൊന്നും പറയാനില്ല, കാരണം ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൊന്നാണ്. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം ഞാനൊക്കെ അതിശയത്തോടു കൂടി അഭ്രപാളികളെ നോക്കിക്കണ്ടിരുന്ന പ്രേം നസീർ ആയാലും മധുസാറായാലും സുഗുവേട്ടൻ, സോമേട്ടൻ, ശങ്കരാടി, ബഗദൂർ, അടൂർ ബാസി, സുകുമാരി ചേച്ചി, കവിയൂർപ്പനം വെച്ച് അങ്ങനെ ലിസ്റ്റിൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ, ഇപ്പം തമിഴിൽ നോക്കിയാൽ നാഗേഷ്, മനോരമ, ജമിനി ഗണേശൻ, അങ്ങനെ തുടങ്ങി കമലഹാസൻ തുടങ്ങി എല്ലാവരുടെ കൂടെയും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. ദാസേട്ടൻ്റെ കൂടെ മിമിക്രിക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ആ ഗന്ധർവ ശബ്ദം ഇങ്ങനെ ദൂരേന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇന്റർവെല്ലിലാണ് എൻ്റെ മിമിക്രി. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ പാടി അഭിനയിക്കുന്ന പ്രേം നസീർ എന്ത് ഭാഗ്യവാനല്ലേ ശബ്ദത്തിൽ. അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ ശബ്ദത്തിൽ 100 കണക്കിന് പാട്ടുകൾ എനിക്ക് പാടി അഭിനയിക്കാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും എനിക്ക് ദൈവം തന്നിട്ടുള്ള അമൂല്യമായ നിധികളാണ്. അതിലൊന്നാണ് ഇന്നത്തെ വേദി ചേച്ചി. സത്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ഞങ്ങൾ എത്ര സിനിമ അഭിനയിച്ചിരിക്കും. ചേച്ചി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന ആ സമയം തൊട്ട് അത് സ്ക്രീനിൽ കണ്ട് അതിനുശേഷം സുഗുവേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ സുഗുവേട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. എന്നെ പറ്റിച്ച് 2-3 സാധനങ്ങൾ സുഗുവേട്ടൻ കൈക്കലാക്കിയത്. ആദ്യം ഞാൻ വീട്ടിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ പൃഥ്വിരാജും ഇന്ദ്രജിത്തൊക്കെ ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്നു വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വീട്ടിൽ വന്നവരാരും വെറും കൈയോടുകൂടി പോയിട്ടില്ല,
ആ കൂളിംഗ് ഗ്ലാസ് ഇവിടെ വെച്ചിട്ട് പോയാലും നല്ലത്. ഇവിടെ വരുന്നവരെല്ലാവരും എനിക്ക് എന്തെങ്കിലും തന്നിട്ടേ പോകാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചടങ്ങായിരിക്കും വിചാരിച്ച് എൻ്റെ കൂളിംഗ് ഗ്ലാസ് കൊടുത്തു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം ആ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെ 3-4 സാധനങ്ങൾ എൻ്റെ നിന്ന് അടിച്ചു മാറ്റി. അപ്പോഴാണ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വെറുതെ പറ്റിക്കാനാട്ടോ, ഒന്നും കൊടുക്കല്ല, എടുത്തോണ്ട് പോക്കോ ഇവിടുന്ന്. അങ്ങനെ ഒരുപാട് കുടുംബവുമായിട്ട് അടുത്തിടപഴകാൻ സാധിച്ചു. പിൽക്കാലത്ത് ആ കുട്ടികൾ വലുതായി, അവർ വളരെ 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 ഉയരങ്ങളിലെത്തിയപ്പോഴും ഞങ്ങളുടെ ചേച്ചി തന്നെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളൊന്നാണ്. പ്രത്യേകിച്ച് ഈ വേദി. താങ്ക് യു ശങ്കരൻകുട്ടി, ഇത് ഞങ്ങൾക്ക് തന്നതിന്. വിഷുവിന്റെ സിനിമയിൽ തന്നെ ഇപ്പൊ ചോദിച്ചല്ലോ ജയറാമേട്ടനും ചേച്ചി ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോന്ന്. എന്റെ ഫസ്റ്റ് പടത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഞാൻ ഡയറക്ട് ചെയ്ത പടത്തില് ഇവർ രണ്ടുപേരും ഉണ്ട്. ഒരു കാര്യം പറയാതെ വയ്യ, പൃഥ്വിരാജ് ലോകോത്തര നിലവാരത്തിൽ പോയി ആടുകളുടെ കൂടെ കുറേ കാലം ജീവിച്ച് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ആട് മാത്രമല്ല, സകല മൃഗങ്ങളെയും വെച്ച് എന്നെ എത്ര നാളിട്ട് വിഷമിപ്പിച്ചു. നല്ലോണം 10 കഴുത ഉൾപ്പെടെ, കഴുത ഒട്ടകം എല്ലാം അതിന്റെ സമയം നോക്കി വേണ്ടേ ഷൂട്ടിംഗ്. അതെ, കഴുതയുടെ സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ജയറാമേട്ടന്റെ ഡിമാൻഡ് ഇടാൻ പറ്റില്ല. ഈ ശ്രീകണ്ഠൻ സാർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. പൃഥ്വിരാജിന്റെ അമ്മയായിട്ടോ ഇന്ദ്രജിത്തിന്റെ അമ്മയായിട്ടോ സുഖസാട്ടിന്റെ വൈഫായിട്ടോ ഒന്നുമില്ല, നമുക്ക് എപ്പോഴും അടുത്തേക്കുമ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ജാടകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ മല്ലികാമ്മ കയ്യിൽ കൊണ്ടു നടക്കുന്നില്ല. വളരെ സാധാരണത്വം തോന്നുന്ന രീതിയിൽ വളരെ രസകരമായിരിക്കും. ഒപ്പം ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ ഹ്യൂമർ ചെയ്യുന്ന ആണുങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഹ്യൂമർ ഗംഭീരമായി കൈകാര്യം ചെയ്യുകയും അതിഗംഭീരമായ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളും കൂടെയാണ്. ചില സമയത്ത് ചില കൗണ്ടറൊക്കെ അടിച്ചാൽ പിന്നെ ഒരു ദിവസം കഴിയും നമ്മൾ അതിൽ നിന്നൊന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട്. ഗംഭീര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ കൂടെ ഒരു TV ഷോയിൽ ഇരിക്കുമ്പോൾ പൂർണിമ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരിയ്ക്കുമ്പോഴും ഒക്കെ ഇവർ ചില ഓഡിയോ നോട്ട് ഇടുമ്പോഴും വയ്യാതെ ചില ആശുപത്രി കേസുകൾക്കൊക്കെ പെട്ടിടുമ്പോഴും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് എല്ലാ നർമ്മത്തിലൂടെ കാണാനും നർമ്മം ഒരു ആയുധമായി കൊണ്ടു നടക്കാനും. ഒരു പക്ഷേ ശ്രീകണ്ഠൻ സാറ് പറഞ്ഞു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ 2 കുഞ്ഞുങ്ങളുമായി നിന്നു എന്നൊക്കെ. അവിടെയൊക്കെ ഈ നർമ്മത്തിന്റെ ഒരു ശക്തി അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ അത് പ്രയോഗിച്ച് ഉറക്കെ ചിരിക്കുന്ന ഏതെല്ലാം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഹ്യൂമറുള്ള ക്യാരക്ടറുകളാണ്. വേണേ തപ്പി നോക്കിക്കോളൂ. അങ്ങനെയുള്ള ഒരാളാണ്. ഞാനും നന്ദി പറയുന്നു ഈ വേദിയിലൊപ്പം നിൽക്കാൻ സാധിച്ചത്. താങ്ക് യു. അഖിലിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള? നേരിട്ട് അനുഭവമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഇത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമാണ്. മല്ലികാമ്മയുടെ കൂടെ നിൽക്കാനും ജയറാമേട്ടനോട് നിൽക്കാനും രമേശനോട് നിൽക്കാനും ഒക്കെ ഇങ്ങനെ ഒരു വേദിയിൽ കൊട്ടാരക്കര കഴിയുന്നത്. ഇത് കൊട്ടാരക്കരക്കാരുടെ ഒരു വലിയ ഭാഗ്യമാണ്. കാര്യം ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ആദരവ് കൊട്ടാരക്കരയുടെ മണ്ണിനെ മല്ലികാമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അടുത്തത് ഒരു മല്ലികാമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജലക്ഷ്മി. അത് എന്തോ ഒരു സർപ്രൈസ് ആണ്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ബ്യൂട്ടിഫുൾ. ചേച്ചി, വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ സ്ക്രീനിൽ ഈ പാട്ടൊക്കെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? എൻ്റെ തോന്നലുകൾ ഇവിടെ പറയുന്നതിന് മുൻപേ ഞാൻ നിൽക്കുന്നത് സത്യം പറയാം, ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത എന്നെ സ്നേഹം അല്ലെങ്കിൽ സത്യസന്ധമായി സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച ഒരുപിടി ആൾക്കാരുടെ മുമ്പിലാണ്. അദ്ദേഹം പറഞ്ഞ പോലെ, ശ്രീകണ്ഠൻ സാർ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ തുടങ്ങി ജയറാം സാറിൻ്റെ കൂടെ ഞാനിപ്പോൾ 2-3 പടം അഭിനയിച്ചു. സത്യം പറഞ്ഞാൽ ആ കാലം എന്ന് പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായത്. കാരണം ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ സ്വയംവരെക്കുറിച്ച് ആദ്യം പറയട്ടെ. എല്ലാവരും എൻ്റെ കൊച്ചനുജൻ ശങ്കരൻകുട്ടിയെക്കുറിച്ചുള്ള ഒരുപാട് നന്മകളെ പറ്റി പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ
ഈ ജയറാം വന്ന് ആ കട ഉദ്ഘാടനം ചെയ്ത് പോയതിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു പടം ഇറങ്ങിയപ്പോൾ കുറച്ച് പിള്ളേർ എന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങളുടെ നാട്ടിൽ ആറ്റിങ്ങൽ ഇങ്ങനെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് വയ്ക്കാൻ പോവുക. അല്ല അതെ വേറൊന്നുമല്ല, രാജേട്ടനോട് പറയണ്ട, ഞങ്ങൾക്ക് അതൊക്കെ ചെയ്തു തരുന്ന ഒരു സാറുണ്ട്. ഞാൻ പറഞ്ഞു ആരാ? അത് സ്വയംവര ടെക്സ്റ്റൈൽസിൻ്റെ ഉടമസ്ഥനാണ്. സാറിന് അങ്ങനെയൊന്നുമില്ല, ആരുടെ കാര്യം എന്ന് പറഞ്ഞാലും. അങ്ങനെ ആദ്യമായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു ഫ്ലക്സ് ഞാൻ കാണുന്നത് സ്വയംവര സ്പോൺസർ ചെയ്ത്. അപ്പം ഈ തുടക്കത്തിൻ്റെ ഐശ്വര്യം പറഞ്ഞു വന്നത് ഞാൻ. ആ പൃഥ്വിരാജാണ് ഇന്ന്. വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ആളിൻ്റെ സ്നേഹം. അത് കഴിഞ്ഞ ഒരു ഫംഗ്ഷന് പൃഥ്വിരാജും ഞാനും 1-2 നായികമാരും എല്ലാവരും കൂടെ അവിടെ ഒന്ന് പോയി. അന്ന് ഈ കുഞ്ഞൊക്കെ മടിയിലിരിക്കുക, കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഭാര്യയൊക്കെ ഉണ്ട്. അപ്പം കണ്ടപ്പോൾ മല്ലിക ചേച്ചിയെ എന്ന് പറഞ്ഞ് അന്ന് കണ്ടപ്പോൾ കാണിക്കുന്ന സ്നേഹം ഒരു കാര്യവുമില്ല. എന്നെ കൊണ്ട് സ്വയംവരയ്ക്ക് ഒരു പ്രയോജനവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരു മൂത്ത ചേച്ചിയോടോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഏത് രീതിയിൽ സങ്കല്പിച്ചാലും എനിക്ക് ആ പ്രായമുണ്ട്. പിന്നെ അടുത്തതാണ് ഈ നിൽക്കുന്ന അനിയൻ. എല്ലാവരും ശ്രീകണ്ഠനാഥ് സാറെന്നാണ് വിളിക്കേണ്ടത് പൊസിഷൻ വെച്ച്. പക്ഷേ ഞാൻ കാണുമ്പോൾ ഈ ഗുഡ് ബൈ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചരിയാണ് ഞാൻ ആദ്യം കാണുന്നത്. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. ഇപ്പോൾ ഞാനൊരു ഈ മഴ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ദുബായിൽ നിന്ന് വന്നത്. എൻ്റെ പൊന്നു ചേച്ചി സുഹാസിനി കൊച്ചമ്മ എവിടെ പോയി? ഞങ്ങളെല്ലാവരും സുരഭിയും സുഹാസിനിയും കണ്ടോണ്ട് ഞാൻ പറഞ്ഞു, അതിന് പകരം ഏതെങ്കിലും ഒരു അമ്മ വന്നാൽ പോരെ. അല്ല അതല്ല, അയ്യോ എന്ത്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ വന്ന എൻ്റെ സീരിയലായിരിക്കാം ഒരു പക്ഷേ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു സംസാര വിഷയമായതും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻ്റർവ്യൂ ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ വളച്ചൊടിച്ച് ഭംഗിവാക്ക് പറയാൻ എനിക്കറിയില്ല. ഉള്ളതുപോലെ ഞാൻ പറയും. പിന്നെ നിൽക്കുന്നത് പിഷാരടി. സത്യമാണ്, ഞാൻ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം മണിയമ്പിള്ള രാജുവായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പിഷാരടിയാ മല്ലിക ആരോ സംവിധാനം ചെയ്യട്ടെ, ജയറാമാണ് അഭിനയിക്കുന്നത്, പിന്നൊന്നും കുഞ്ചാക്കോ പോരും. 2 പേരെ എനിക്ക് വളരെ ബഹുമാനമുള്ള. കാരണം ജയറാമിൻ്റെയൊക്കെ സെറ്റിൽ പോയി അഭിനയിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നിക്കും. ഒരു താരജാടയൊന്നും ഇല്ലാതെ തമാശയൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങളെപ്പോലെ വയസ്സായ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരാളിനെ അഭിനയിക്കാൻ കൂടെ കിട്ടുമ്പോൾ നമുക്കും കൂടെ ഒരു ഉത്സാഹമാണ് അതിനൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തന്നിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്താണ് എനിക്ക് എൻ്റെ കൊച്ചരിയൻ ശങ്കരൻകുട്ടിയോട് പറയേണ്ടതെന്ന് അറിയില്ല. എന്നും എൻ്റെ മരണം വരെ ഈ സ്നേഹം ശങ്കരൻകുട്ടി എന്നിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം അത്രയും നല്ലവനാണ്. ഇപ്പം 3-4 മിനിറ്റ് സ്ഥലങ്ങളെ ഇവിടെ പറഞ്ഞുള്ളൂ. ആറ്റിങ്ങലെന്നും കൊട്ടാരക്കരയെന്നും ഒന്നുമല്ല, ബാംഗ്ലൂരിൽ വരാൻ പോന്നു, കോഴിക്കോട് വരാൻ പോന്നു, വിദേശത്ത് വരാൻ പോന്നു. അവിടെയൊക്കെ എന്നെ വിളിക്കണേ ഉദ്ഘാടനത്തിന്, ഞാൻ വരാം. ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയും അമിതാഭ് ബച്ചനും ഒരുപോലെ. അമിതാഭ് ബച്ചന് പിള്ളേരൊക്കെ വളർന്നു അഭിനയമൊക്കെ തുടങ്ങി അത്യാവശ്യം കാശുണ്ടാക്കിയെങ്കിലും അമിതാഭ് ബച്ചൻ അധ്വാനിച്ചാ ജീവിക്കുന്നത്. ചേച്ചി അതുപോലെ. അല്ല എപ്പോഴും അതെ ഞാൻ പറയും. അതല്ല ഈ ചേച്ചി സ്ത്രീകളുടെ പ്രായം ചോദിക്കരുതെന്നൊക്കെ പറയും. എന്നാലും ഞാൻ ചോദിക്കുക, എത്ര വയസ്സായി ചേച്ചിക്ക്? 69 വയസ്സ്. 69 വയസ്സിൽ ചേച്ചി. ഞാനിവിടെ 4 കൊല്ലത്തെ വ്യത്യാസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ജയറാം അതൊക്കെ കടന്നിട്ട് കുറച്ച് കാലമായി, അതും കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 69-ാം വയസ്സിലും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ചേച്ചി. അതിന്റെ പിന്നാലെ ചോട് പിടിച്ച് ഞങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പിള്ളേരെ നോക്കി ജീവിക്കുന്നില്ല. ഞാനിപ്പോൾ വിചാരിക്കും പിഷാരടി മിമിക്രി മാത്രമായിട്ട് ഒതുങ്ങരുത്. പിന്നെ ഒരുപാടൊക്കെ ഡയറക്റ്റ് ചെയ്തു, പക്ഷെ എന്നാലും നല്ല സംവിധായകനാണ്. എല്ലാ ഐഡിയാസും ഉള്ളൊരു സംവിധായകനാണ്. ഇവരൊക്കെ എന്താണ് ഈ പുറകോട്ട് നിൽക്കുന്നതെന്ന് അറിയാമേ. ഞാൻ ഒരു ദിവസം പറഞ്ഞു, പിഷാരടി ഇപ്പം എപ്പോൾ നോക്കിയാലും മമ്മൂട്ടിയോട് എവിടെങ്കിലുമൊക്കെ പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഈ യാത്ര മാത്രമേ ഉള്ളൂ, പടം ഒന്നും ചെയ്യുന്നില്ലോ എന്ന്. ഇനി എങ്ങനെയാ പുള്ളി മുമ്പോട്ട് നിൽക്കുന്നത്? നിൽക്കാൻ സമയമില്ല. അഖിൽമാരാറിനെ കുറിച്ച് രമേഷ് പിഷാരടി പറഞ്ഞിട്ട് പാസ്പോർട്ടിന്റെ കാര്യം, ജയറാം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാം 10 ദിവസം മുമ്പേ ചെല്ലും രമേഷ് പിഷാരടി. സൊമാലിയയിൽ പരിപാടി ചെയ്ത കേരളത്തിലെ ഏക മലയാളിയായിരിക്കും. അല്ല എന്തായാലും ഞാൻ പറഞ്ഞതാ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്. കാരണം നമ്മുടെ മനസ്സും വാക്കും നന്നായിരുന്നാൽ നമ്മൾ നന്നാവും, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവും, വരുന്ന അടുത്ത പരമ്പര നന്നാവും. യാതൊരു സംശയം വേണ്ട അതിൽ. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കാളിദാസൻ്റെ മോടെയൊക്കെ കാര്യം പറഞ്ഞു. ഈ അച്ഛൻ്റെ കാര്യം എനിക്കറിയാം. പാർവതിക്ക് പണ്ട് അശ്വതിക്ക് കല്യാണം ആലോചിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഒരാലോചന വന്നു. എൻ്റെ ഒരു ബന്ധുവാണ്. തുറന്നു പറഞ്ഞു അശ്വതിയുടെ അമ്മ, ഒളിച്ചൊന്നും വെച്ചില്ല. അവൾക്ക് ഒരു സിനിമാ നടനുമായിട്ട് എന്തോ ഉണ്ട്, ഞാനതൊന്ന് അന്വേഷിച്ചിട്ട് പറയാൻ വലിയ ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നും ഞാനത് പറഞ്ഞ് ചിലപ്പോൾ അശ്വതിയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ് ചിരിക്കാറുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ പറ്റി എന്നോട് ഏറ്റവും കൂടുതൽ, അയ്യോ ഈശ്വര, ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ പത്മനാഭ സാറ് കയറി വരിക. ഞങ്ങൾ അയൽവാസികളാണ്.
ഒരു 10 മിനിറ്റ് ജയറാം എന്ന നടനെ കുറിച്ച്, അല്ല ജയറാം എന്ന മിമിക്രിക്കാരനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അതിനോട് ഒരുപാട് പറഞ്ഞു. കാരണം എൻ്റെ വല്യച്ഛൻ്റെയൊക്കെ വലിയ അടുപ്പമായിരുന്നു അദ്ദേഹം. ഒക്കെ ഞാൻ വിചാരിക്കും, അയ്യോ ജയറാമൊക്കെ അടുത്ത വലിയ അതുപോലെ തന്നെ വന്നു. ഇന്നിപ്പോൾ ഇദ്ദേഹം അഭിനയിക്കാത്ത ഏത് ഭാഷയിലാണ്? എല്ലാ ഭാഷയിലും ഞാനിതെല്ലാം കാണാറുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ എല്ലാം കാണാറുണ്ട്. കാരണം നമുക്കൊക്കെ ഇപ്പോൾ അതാണ് ഒരു ജോലി. കൊട്ടാരക്കരയൊക്കെ ആയിട്ടും എനിക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു കുടുംബ വീട് ഇവിടെ ഉണ്ട്. ഏതായാലും ഞാൻ പലപ്പോഴും പഠിക്കുന്ന കാലത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വലിയ ചേച്ചി എന്ന് പറഞ്ഞ വ്യക്തി ഇതുപോലൊക്കെ തിരങ്ങിയിരിക്കും. മക്കൾ നന്നാവുന്ന ഒരു അമ്മയ്ക്ക് എപ്പോഴും സന്തോഷവും അഭിമാനമല്ലേ. പിള്ളേരോട് പറയുന്ന പോലെ അതേ ഉള്ളൂ എനിക്ക് വലിയ ഒരുപാട് സാമ്പത്തികം വേണമെന്നില്ല. പക്ഷേ ഇതുപോലെ എൻ്റെ കണ്ണ് നിറയുമ്പോൾ ഓടി വരുന്ന 2 മക്കളെ സുഖമായിട്ട് തന്നിട്ട് പോയി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. ശങ്കരൻകുട്ടി ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. അത്രയും നല്ലൊരു സദസ്സിൽ, കാരണം ഒരുപാട് ആളുണ്ടായിട്ട് കാര്യമില്ല. എന്ത് പരിസ്ഥിതിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഈ നിൽക്കുന്നവരെല്ലാവരും ഇത് ചേച്ചിക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്നവർ. താങ്ക് യു സോ മച്ച്. ഉള്ളിൽ തട്ടി വരുന്ന വാക്കുകളാണ്. ഒരു ഗംഭീര കയ്യടി മല്ലികാമ്മയ്ക്ക്. അടുത്തായിട്ട് മല്ലികാമ്മയെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഞാൻ ശ്രീകണ്ഠൻ സാറിൻ്റെ പ്രിയ പത്നി ഉഷ ചേച്ചിയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ജോയിൻ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ പാരീസ് ലക്ഷ്മിയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മല്ലികാമ്മയ്ക്ക് മൊമെൻറ്റോ നൽകുന്നത് നമ്മുടെ പ്രിയ ജയറാമേട്ടനാണ്. ജയറാമേട്ടിൽ നിന്ന് മല്ലികാമ്മ മൊമെൻറ്റോ സ്വീകരിക്കുകയാണ്. ശ്രീമതി മല്ലിക സുകുമാരന് ആദരവ് ജയറാമേട്ടിൽ നിന്ന്. അടുത്തതായി മല്ലികാമ്മയ്ക്ക് പൊന്നാട അണിയിക്കുന്നു. സ്വയംവരയ്ക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി സാറും ശ്രീമതി അഭിത ശങ്കറും. അടുത്തത് മല്ലികാമ്മയെ ആദരിക്കുന്നു. പൊന്നാടയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറും പ്രിയ പത്നി ഉഷ ശ്രീകണ്ഠൻ സാറും. അടുത്തത് റെഡ് എഫ്എമ്മിന്റെ GM പ്രദീപ് നായരിൽ നിന്ന്. ഈ ആഘോഷരാവിന് ജയറാം വേണ്ടുള്ള മൊമെന്റോ ശങ്കരൻകുട്ടി ചേട്ടൻ നൽകും. ശ്രീ രമേശ് പിഷാരടിക്കുള്ള മൊമെന്റോ ശ്രീകണ്ഠൻ സാറ് നൽകുന്നതാണ്. കൊട്ടാരക്കരക്കാര് എത്ര ശക്തിയുണ്ട് അതിപ്പോ പ്രൂവ് ചെയ്യണം. പിഷാരടിക്ക് ഞാനൊരു പുരസ്കാരം കൊടുക്കാം. ഇന്ന് സംഗതി കളർ വേറെ ആകും. പൊളിക്കും. കയ്യടി. ശ്രീകണ്ഠൻ സാറിനുള്ള മൊമെന്റോ നമ്മുടെ പ്രിയ നായകൻ ജയറാമേട്ടിൽ നിന്ന്. ഇത് അതിന്റെ മേളിൽ പൊട്ടണം കേട്ടോ. ശ്രീകണ്ഠൻ സാറിനുള്ള മൊമെന്റോ ജയറാമേട്ടൻ കൊടുക്കുന്നു. പൊട്ടിച്ചോ. അഖിൽ മാരാറുള്ള മൊമെന്റോ പിഷു നൽകുന്നു. അപ്പോൾ ജയറാമേട്ട താങ്ക് യു സോ മച്ച്. എല്ലാവരും വേദിയിൽ നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മല്ലികാമ്മ ഇനിയും ആരോഗ്യത്തോടു കൂടി മലയാള സിനിമയിൽ സജീവമായിട്ടുണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മല്ലിക ചേച്ചിക്ക് നമുക്കൊരു ആദരവ് കൊടുക്കണ്ടേ? കൊട്ടാരക്കരക്കാർക്ക് നമ്മൾ എഴുന്നേറ്റ് നിന്ന് 1 സെക്കൻഡ് ചേച്ചിക്ക് ഒരു ആദരവ് കൊടുക്കുന്നു. അടുത്തതായിട്ട് വേദിയിലേക്ക് നമ്മുടെ പ്രിയ മഹേഷ് കുഞ്ഞുമോനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഗംഭീര കയ്യടിയോടുകൂടി
എന്താണ് നീ അടുത്ത പുതിയ ഐറ്റം? കാര്യം എപ്പോഴും മഹേഷ് വിളിച്ചാൽ എപ്പോഴും പുതുമായിട്ടുള്ള എന്തെങ്കിലും 2-3 ഐറ്റംസ് ഉണ്ടാവും. ഇനി ചെയ്യാൻ പോകുന്നത് സ്പോട്ട് ഡബിംഗ് ആണ്. ഒരു 50 താരങ്ങൾക്ക് വേണ്ടിയാണ് സ്പോട്ട് ഡബിങ്. 50 താരങ്ങൾക്ക് വേണ്ടിയിട്ട് മഹേഷ് സ്പോട്ട് ഡബിങ് ചെയ്യാമോ? അതെ, സ്പോട്ടിൽ ഡബ് ചെയ്യുന്നു. അവർക്ക് ശബ്ദമില്ല. എല്ലാവർക്കും അറിയാം, സ്ക്രീനിൽ കുറെ താരങ്ങൾ മിന്നി പറയും, അവർക്ക് ആർക്കും ശബ്ദമില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് അവർക്ക് സ്പോട്ട് ഡബ് ചെയ്യാണ് പല ഭാഷയിലുള്ള ആളുകൾക്ക്. അപ്പൊ പൊളിക്കാം. ഓക്കെ, താർക്കാം. എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പൊ അവിടെ ഇന്നത്തെ പരിപാടി ഫുൾ ഗോഡ് ഷവർമ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് കുറെ ന്യൂവാൻസസ് ഒക്കെ എനിക്ക് VKP നിന്നും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സട്ടിലായിട്ട് പെർഫോം ചെയ്യാൻ. നമ്മുടെ അച്ഛനെ അവിടെയൊക്കെ പ്രസന്റ് ചെയ്യാൻ കിട്ടുന്നു, അവിടെ ഒന്നും അച്ഛനെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അവന്റെ കൂടെ വളരട്ടെ, പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയ കുട്ടികളൊന്നും യൂറോപ്പിൽ അമേരിക്കയിൽ പോകുന്നവർ നാട്ടിലേക്ക് പടടക്കാൻ പോകില്ല. അവരവിടെ ചെന്നൊരു കാറ് മേടിച്ച് വലിയ ടീമിൽ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും കപ്പടിക്കും, എല്ലാവരുടെ ഒരു ഭാഗമായിട്ട് മാറും. പക്ഷേ ഈ RRനെ കൊണ്ട് ഒരു കളി ജയിപ്പിക്കാൻ ഒരു സിനിമയെന്ന് ഞാൻ എൻ്റെ അന്നമാണ് ഞാൻ പറഞ്ഞ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ ജീവിതത്തിൽ. ഇപ്പം മാർട്ടിൻ എന്നോട് സുഹൃത്തായതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്നെ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. ഈ സിനിമയുടെ സംവിധാനം GT ജോസഫാണ്. ഈ പടം എടുക്കാൻ തീരുമാനിച്ചത് അവർ 3 പേരും. അപ്പം എൻ്റെ കാര്യകാരണങ്ങളൊക്കെ അവർ വേണം പറയാം. തിയേറ്ററിലിരിക്കുമ്പോൾ എൻഗേജ് ചെയ്തു. തിയേറ്ററിലിരിക്കുമ്പോൾ കിട്ടാതെ അത് വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അടുപ്പിന് വെള്ളമായിരിക്കണം, കുന്തത്തിന് വെള്ളമായിരിക്കണം, നമുക്കറിയില്ലല്ലോ. ഇത് ആരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞാൽ എല്ലാവരും ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ നീ ചെയ്യുമോ? ഇല്ല ഏട്ടാ, അങ്ങനെ ചെയ്യില്ല. ഇവിടെ മോളൊന്ന് ഏതാണ് അപ്പം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം. നിങ്ങൾ ഈ കണ്ണുകളെ മഞ്ഞളോട് ഇങ്ങനെ പൊത്തി കഴിഞ്ഞാൽ പശു ഒന്നിരിക്കോ? ഇതെന്താ പുഴു കുഞ്ഞിട്ടങ്ങളുള്ളൂ, വലുതായിട്ടില്ല. നീ സ്വന്തം കെട്ടിയൊന്നും ഇട്ടട്ടെ ഈ ഊളാടെ കൂടെ പൊറുതിക്കുമ്പോൾ ഓർക്കണായിരുന്നു. നിന്റെ അനിയത്തില്ല, അവളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് തോന്നിയാസം അങ്ങനെ ഇടിച്ച് ഇനി ഇടിക്കും, കാണുമ്പോൾ ഒക്കെ ഇടിക്കും, ചതക്കും ഞാൻ. സാറേ ഈ പന്നം ചുമ്മാ നുണ പറഞ്ഞ കേട്ടോ. ഞങ്ങളുടെ മെക്കെട്ടുകാർ വരെ ചൊറിഞ്ഞിട്ടാണ് ഈ സീൻ ഇത്ര അലമ്പായത്. നാക്കിറങ്ങിപ്പോയോ? ഈ 2 ഇനി ചെയ്ത് കാണിച്ചു താലാ, എന്നിട്ട് മതി വാക്ക് വത്താൻ. നിരുവേ, നീ എന്റെ തന്തയൊന്നല്ലല്ലോ. മുകേഷ് കാണിച്ചു വലിക്കാൻ പറ്റില്ല, വെള്ളം കുച്ചാൻ പറ്റി, ഷട്ടി ഇടാവോ? ഇനി അത് ഇനിയിപ്പോ വാനാവും. ടീച്ചർ ഓവറായതുകൊണ്ടാണ് ഇനി പറഞ്ഞത്. നിനക്കൊരു പണം ഞാൻ തന്നെയാണ്. ഇനി അത് തെറ്റിച്ച നിന്നെ പുതപ്പിക്കും ഞാൻ. എടാ ഇതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടിയതല്ലേ. എടാ സീനോട്ടായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നാ? അനാമികയുടെ പേര് പോലെ നമ്മൾ മറന്നു പോയില്ലേ? ആയി ശരി, അവരിപ്പോ കാട്ടിക്കുട്ടികളൊക്കെ എനിക്ക് അനാമിക്കാനേക്കാൾ പേടി അവനാണ്. ആ പെണ്ണിനുള്ള പണി കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കാശ് വാങ്ങിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരു FIR ഇട്ടിട്ടാണ് കാശ് കൈമാറിയത്. നീയാണോ നിന്റെ ക്ലാസ്സിലെ പഠിപ്പി? അങ്ങനെ ഒന്നുമില്ല ഏട്ടാ, അന്നന്ന് എടുക്കണം അന്നന്ന് പഠിച്ചു അത്രേ ഉള്ളൂ. പിന്നെ നിന്റെ മുഖം നോക്കിയ ഒരുമാതിരി വിശ്വാസം വരാത്ത പോലെ. നമ്മത്തേക്ക് നോക്കണ്ട, ഇത് നീ വിശ്വസില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് വിശ്വസിക്കത്തേ ഇല്ല. വേറെ വഴിയില്ലടാ, ரொம்ப ദൂരം ഓടിയിട്ട് ഫിനിഷ് ലൈൻ കിട്ടാൻ. നമ്മൾ ഈ സംശയിക്കുന്ന CPO ബിനീഷ് സംഭവം നടന്ന ഉടനെ അതിന്റെ വിവരങ്ങളെല്ലാം പ്രമോദനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ 5-6 കൊല്ലം പ്രമോദിന്റെ ഡ്രൈവറായിരുന്നു. ഈ കൈ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല, ഈ ഹൃദയം ശുദ്ധമാണ്. ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കുകയുമില്ല. എടുത്തിട്ട് നല്ലണ മോനെ, അടക്കവും കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. താനെന്ത് പണിയാണോ കാണിച്ചത്? ഇവന്റെ അപ്പീലിന് സ്റ്റേ ഉണ്ട്, കട പൊളിക്കേണ്ടെന്ന്. Unapologetically, unabashedly, this is going to be ബോംബെക്കാര ആവോന്ന് പറയണേ. അവസാനമായിട്ട് പറയാണ്, തനിക്കുടെ അഭ്യാസം എൻ്റെ അടുത്ത് കാണിക്കരുത്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള അതാ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ദാക്ഷിണ്യം കാണിക്കാതെ നല്ല പണി തരും. ಏನಾಮಾನು ಬೇಕು ಈ ಗುರಿ ಈ ಸಾಧನೆ ಅದರ ಮೇಲೆ ಬದುಕು. ಕೂಟದಕ್ಕೆ ನೀಯೇ ತಲ್ಲವನ್ನ ಮೀದಿ 4 പേർ നിന്റെ തലയിലാവും ശുദ്ധർ നീയെ കുപ്പില്ലാം. Everybody is upset about these guys. Before it's me dying on the side, walk right over me. I pass every day and you don't know just me. But these guys, why? Because time was brain with incredible on TV. Otage bolore khatanak sabadak shot traces bullet ki tarah masaya. And we had 1 mid-wicket camera in those days, so we had to be on for the number. And as soon as the bowler was bowling, he was the stamping. And then he found that the throw is going to the non-strikers. जब आपको 15-16 रन की रन रेट चाहिए और 2 बॉल में 2 रन आ जाए तो लॉन्ग रिलैक्स हो गए और से परिस्थिति के बन गया. यू नो फेरिक डी के रन आउट हो गए जो स्टंपिंग जो भी बोलेंगे आप. I'm gonna do 10-7 soon and I still play.
I treat good my body, you know, I take care of my body. This is my age. أنا قال اللي يقول أنا ما عندنا برق الليلة اللي فت أنا لاقى هيرا بابا أنا لبشا بابا لبشا. அதுக்கப்புறம் இன்னொன்னு, எதிரி என்ன செய்கிறான் என்பதையே கவனித்துக் கொண்டிருந்தால் நம்ம தடிக்கு பிறந்தனும். உனக்கு என்ன ஒரு நினைப்பு இருக்கணும்ல? ஏன் வீடு படிக்கேறி என்னை வந்து பேசுறேன்? எங்க போனாலும் என்கிட்ட கேள்விப்படுற ஒருவான கேள்வி, என் சசுக்கு என்ன காரணம்? இட்ஸ் ஆக்சுவலி வெரி சிம்பிள். வாழ்க்கையில் ஒரே ஒரு அடி எடுத்துக்கங்க. 3 பேர்லையுமே ஒருத்தனை எதிரியே முடிய பண்ணலாம்னு நினைச்சேன். ஆனா 3 பேரையும் சேர்த்த வச்ச மாதிரி ஒருத்தன் கிடைச்சிருக்கான். ஸோ லைஃப்பில் வந்து என்ன பண்ணுறது, அது எப்படி பண்ணுறது, அது எங்கிருந்து தொடங்கும் தான் முதல் குழப்பம். அது என்னடா சொன்னாவ, என்ன பிடிச்சவனெல்லாம் கொல்ல போகிறானா? டேய், என்ன பிடிச்சவனெல்லாம் கோடி பேருக்கண்டா வெளியில. உடம்பானா மாறிக்கலாம், ஆனால் மண்டல வாடி அபாவதாக இருக்குது. இந்த ட்ரெஸ் பண்ணி இருக்கிறது, அழகா முடிவெட்டி இருக்கிறது, இதெல்லாம் பெரிய வந்து குவாலிஃபிகேஷனே கிடையாது, பெரிய மாற்றே கிடையாது. ரோலக்ஸ், அவ பேரு டில்லி. ரோலக்ஸ், ஆல்ரைட், இஸ் ஆல்ரைட். சாவியோட ஒரு தீதி பெரிய ராமஜான் வந்து போ. அவதா கேக்கிளி விட்டு போலடா இவனுடைய மதிய சுப்ரா. ചൈത്ര പാലമന്ത്രത്തലോ വാവ് നിന്നുളേ മജറി പോടര യാർ പുടേ ഈ മന്ദികാല പലപലക്കു നിന്നലെ തൊറപ്പൽ പലപടു നിന്നലെ തൊറന്നു ദർബാലരി പാവേ വാവ് 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 അല്ലേ? ആണോ? ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, ഇങ്ങനെ അക്കങ്ങൾ നീണ്ടു പോവുകയാണ്. 50 അല്ലേ? അനുകരണമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ മാജിക് ആണ്. മിമിക്രി അല്ല, മാജിക് ആണ് അല്ലേ? ഒരു വലിയ കൈയടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല. ഇനിയും ഒരുപാട് കലാകാരന്മാരെ, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ, ക്രിക്കറ്റുകാരെ ഞങ്ങളെയും ഇടയ്ക്കൊക്കെ അനുകരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കുട്ടനാടൻ കായലിലെ 8 വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂട്ടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ 8 വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതേ. അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതിമൃതേ. കുട്ടനാടൻ കായലിലെ 8 വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂട്ടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര ചെറുതിര തുള്ളും, തിര മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. തിര ചെറുതിര തുള്ളും, തിര മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഒരു തിര ഇരുതിര, തിര ചെറുതിര, തിര മറുതിര. തിര കരയോട് തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി, തിരയോട് കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി, അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദമറഞ്ഞിനി പറന്നുയരാ.
തുഴയുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അലകടലല തിരയിളകുമ്പോൾ നുരപത നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല തിരയിളകുമ്പോൾ നുരപത നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറുപത നുര കരയിലെ മണലിന് കടലൊരു കുറിച്ചൊല്ലി കുറിമാനം എടുത്തൊരു തെന്നലിനു കര നൽകി. തെന്നലത് പറ നഗലത്തെ മുളയുടെ കരളിലെ കനവിന് കടം നൽകി. മുളവാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കാടറിഞ്ഞേ നാടറിഞ്ഞേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ മുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതിനി തിമിർതേ. അമ്പിളിത്തുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തിമിർതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ 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 പുള്ളിക്കുയിലേ. Thank you so much. We love you guys. സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവിൽ അടുത്തതായിട്ട് സ്റ്റാർ മാജിക്കിലൂടെ വളരെ പോപ്പുലറായ അതോടൊപ്പം തന്നെ നടിയും നർത്തകിയുമായ ഡയാന ഹമീദിന്റെ ഒരു ഗംഭീര ഡാൻസ് പെർഫോമൻസ് ആണ്. ഇനിയും നന്നായി കണ്ടോളി. വർണ്ണ പൂക്കളാൽ ഒരു ബഹറുണ്ടാക്കി തോരണങ്ങളെല്ലാം നല്ല മുഞ്ചിൽ ചാർത്തി കണ്ണിലങ്കണ പവറും കാട്ടി കല്യാണം പന്തല് നോക്കി സ്വന്തം നിറഞ്ഞൊഴുകും ശബ്ദം. ഒരു വശത്ത് പലവിധ വിഭവങ്ങൾ കൊണ്ടൊരു ഗന്ധം, മറുവശത്ത് പുത്തും കുത്തും കയ്യടി കാലടി വേളം, ഒപ്പന പാട്ടിൻ താളം, മണവാളന്റെ നോട്ടം, മണവാട്ടിന്റെ നാടം. സ്വർഗത്തിൽ നിന്നും ഇന്നലെ രാത്രി താഴെ വീണൊരു ഊതും മത്തറും തേച്ചു മിനുങ്ങിയ കണ്ടാലൽ വത്തുണ്ടായി തോന്നണ ചുണ്ടിൽ തേനിൻ മധുരം തിനിയണ ഭക്തര 14 മാറ്റും മഞ്ചര പൊട്ട സ്വർണം ചുറ്റിയ സുന്ദരിമാരിൽ സുന്ദരിയായൊരു പെണ്ണ്, മണവാട്ടിയാം പെണ്ണ്. ഇനിയും നന്നായി കണ്ടോളി. നാട്ടിലെ കാക്കാരൊക്കെ നിരക്കണ് വിക്കാഹിന്റെ അമ്മ പരക്കണ്, ദമ്മ് പൊട്ടിക്കും പിന്നെ കുമ്പകത്തിക്കും, ദമ്മ് പൊട്ടിക്കും കുമ്പകത്തിക്കും, താളം മേളം പൊട്ടി
നിറഞ്ഞൊഴുകും ചന്തം നിറഞ്ഞൊഴുകും ചന്തം ഒരു വശത്ത് പലവിധ വിഭവങ്ങൾ കൊണ്ടൊരു ഗന്ധം മറുവശത്ത് പാട്ടും കുത്തും കയ്യടി കാലടി വേണം ഒപ്പന പാട്ടിൻ താളം മണവാളന്റെ നോട്ടം മണവാട്ടിന്റെ നാണം സ്വർഗത്തിൽ നിന്നും ഇന്നലെ രാത്രി താഴെ വീണൊരു ഊതും മത്തറും തേച്ചു മിനുങ്ങിയ കണ്ടാലൽവത്തുണ്ടായി തോന്നണ ചുണ്ടിൽ തേനിൻ മധുരം തിനിയണ ഭക്തര 14 മാറ്റും മഞ്ചര പൊട്ടയ സ്വർണം ചുറ്റിയ സുന്ദരിമാരിൽ സുന്ദരിയായൊരു പെണ്ണ് മണവാട്ടിയാം പെണ്ണ് മണവാട്ടിയാം പെണ്ണ് ഞാനും വരാ തൃശൂർ പൂരം കാണാൻ ഞാനും വരാ തൃശൂർ പൂരം കാണാൻ പൂരമെനിക്കൊന്ന് കാണണ കാന്ത പൂരമെനിക്കൊന്ന് കൂടണ കാന്ത തിമിലയെനിക്കൊന്ന് കാണണ കാന്ത തിമിലയെനിക്കൊന്ന് കൊട്ടണ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ എനിക്കൊന്ന് കാണണ കാന്ത മത്തളം കൊട്ടണ കാന്ത വെടിക്കെട്ടി എനിക്കൊന്ന് കാണണ കാന്ത വെടിക്കുട്ടി അതിലൊന്ന് കൊളുത്തണ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ ഇനി നിങ്ങൾ പാടണം. റെഡി അല്ലേ? കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ